ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒരു ആത്മീയ തലത്തിൽ നിൽക്കുന്ന, അതായത് കർത്തൃദാസൻ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ആത്മീയ ഗ്രഹത്തിലെ വിചാരകനും ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥനുമാണ്. എന്ന് വെച്ചാൽ തൻ്റെ കീഴിലുള്ള തൻ്റെ കുഞ്ഞാടുകൾക്ക് ദൈവിക പദ്ധതികളെക്കുറിച്ചും ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുവാൻ മതിയായവനാണ്. അങ്ങനെയുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തിയിലേക്ക് നോക്കുമ്പോൾ അവിടെ അറിയാവുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും. ആദാമിനെയും ഹവ്വയെയും പറ്റി എല്ലാവർക്കും അറിയാം. അവിടെ അത്യുന്നതനായ ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടെ അവരുദ്ദേശിക്കുന്ന മരണമല്ല, ഒരു ആത്മീയ മരണം സംഭവിച്ചിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. കാരണം സാത്താൻ അറിയാം, സാത്താൻ കള്ളനും അത് നുണയനും നുണയന്റെ പിതാവുമാണ്. അപ്പോൾ സാത്താന്റെ പ്രലോഭനം ഉണ്ടായി, അതുപോലെ തന്നെ ഭക്ഷിക്കുകയും അവർ ആത്മീയ മരണം പ്രാപിക്കുകയും ചെയ്തു. ഇത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ കാലത്തിലും ദൈവിക പദ്ധതിക്കും ദൈവിക പ്ലാനിനും കൽപ്പനയ്ക്കും വിരുദ്ധമായി അന്യാരാധന നടക്കുമ്പോൾ ഈ കാലത്തിനും പാളയത്തിന് പുറത്തും ആത്മീയമായി എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. വിശുദ്ധ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതിന് പുരോഹിതന്മാരായാലും ശരി, സാധാ ജനങ്ങളായാലും ശരി, ആരൊക്കെ ആയാലും ശരി, ആത്മീയ പദ്ധതിയിൽ നിന്നും പുറത്തു നിൽക്കുന്നവൻ അവൻ മരണം സംഭവിച്ചവനാണ്, ഇപ്പോഴേ മരിച്ചവനാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോയിൽ രണ്ട് പുരോഹിതന്മാർ അവർ അന്യാരാധനയുമായി അതിനോട് ഒത്തുചേർന്ന് അതിനോട് സഹകരിച്ച് വഴിപാടും നേർച്ചകളും അതിനെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ചെറിയ വീഡിയോ ക്ലിപ്പിലൂടെ നമ്മൾ കണ്ടു. ഇതിനെ സംഖ്യയുടെ പുസ്തകം ഇതിനെ പറയുന്നത് 25-ാമത്തെ വാക്യത്തില് 2-3 വാക്യത്തില് നമുക്ക് വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് പറയുന്നത്? എന്താണ് പറയുന്നത്? അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു, അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പേയോരിലെ ബാലിന് സേവ ചെയ്തു, അവർക്കെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഇന്നത്തെ സ്നേഹനിധികളായ ജനങ്ങൾ പറയും, എന്ത് പാപം ചെയ്താലും ദൈവം കോപിക്കത്തില്ല, എന്ത് വേണമെങ്കിലും ചെയ്തു, ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. അങ്ങനെ എപ്പോഴും അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് നിപ്പിള് കുപ്പിയില് പാല് കൊടുക്കുന്നത് പോലെ എപ്പോഴും എന്ത് പാപം ചെയ്താലും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നരകത്തിലേക്ക് ഇടുമോ? ആ ദൈവം ശിക്ഷ തരുമോ? അതായത് യഹോവ സാക്ഷികളുടെ ഒരു തിയറിയാണ്. എന്ന് വെച്ചാൽ ശിക്ഷിക്കുന്ന ദൈവമല്ല, എന്ന് വെച്ചാൽ ഒരു മണഗുണ ദൈവമാണ്. എന്ത് പറഞ്ഞാലും എന്ത് പാപം ചെയ്താലും പ്രകോപനമില്ല. അപ്പൊ ആർക്കും എന്ത് പാപം ചെയ്യാം, ആർക്കും എന്ത് വേണമെങ്കിലും സംസാരിക്കാം, ആർക്കും എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. അപ്പൊ അതുകൊണ്ട് ന്യായവിധിയില്ല, ശിക്ഷയില്ല, ഒന്നുമില്ല. കാരണം ദൈവം സ്നേഹവാനാണ്. അതുകൊണ്ടാണ് കാൽവരി ക്രൂശില് ജനത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ആബാപിതാവ് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും സകല പാപങ്ങളുടെ പരിഹാരബലിയായി കാൽവരി ക്രൂശിൽ യാഗമാക്കി തീർക്കുകയും ചെയ്തെന്ന് യഹോവ സാക്ഷിക്കാർ പറയുന്ന പോലെ. അതുകൊണ്ട് സ്നേഹവാനായ ദൈവത്തിന്റെ മുമ്പില് എന്ത് പാപം ചെയ്താലും ശിക്ഷയില്ല, കോപിക്കുന്ന ദൈവമല്ല, ക്രോധമില്ലാത്ത ദൈവമാണ് എന്ന്
ജനങ്ങളെ യഹോവ സാക്ഷിക്കാർ പഠിപ്പിക്കുമ്പോഴല്ല, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ കാണാം. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്. പാപം ചെയ്താൽ ദണ്ഡനം തരുന്ന ദൈവമാണ്. പാപം ചെയ്താൽ ആ വ്യക്തിയോട് കോപിക്കുന്ന ദൈവമാണ്. അവന്റെ മുഖം മറച്ചു കളയുമെന്ന് സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇവിടെ എന്താണ് പറയുന്നത്? അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ വിളിച്ചു, ബാലിന്റെ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ദേവന്മാരെ അവരവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിന് സേവ ചെയ്തു. എന്ന് വെച്ചാൽ അവരെ ഒരു ഭക്ഷണം ഇസ്രായേൽക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവര് ഭക്ഷണത്തെക്കാൾ ഉപരി അവർ ചെയ്തത് എന്താണ്? അവര് മനോഹരമായിട്ട് അവരുടെ ദേവനെ ആരാധിക്കുകയും അവരുടെ ദേവന്റെ പ്രവർത്തികൾ ചെയ്യുകയും ആത്മീയ വ്യഭിചാരം പരസ്യമായിട്ട് ഇസ്രായേൽക്കാർ എന്താണ് ചെയ്യുകയും ചെയ്തു. അവര് ഷിമത്തിൽ പാർക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോ ഈ അവരുടെ വിരുന്നിന് വിളിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്തു. ഒന്നെന്താണ്? വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. രണ്ടാമത് അവരെന്താണ് ചെയ്തത്? അവർ ചെയ്തത് അവരുടെ ദേവനെ ആരാധിക്കുകയും അവരുടെ ദേവനെ നമസ്കരിക്കുകയും ചെയ്തു. ആത്മീയ വ്യഭിചാരം ചെയ്തു പോയി. ഇവിടെ പുരോഹിതന്മാർ ചെയ്തത് അത് തന്നെയല്ലേ? എന്താണ് ഇവിടെ ചെയ്തത്? ഒരു തുമ്പാഭിഷേക വേളയിൽ തുമ്പാഭിഷേക ആ ഗ്രാമത്തിൽ നടന്നൊരു ഉത്സവമാണ്. അവരെ ക്ഷണിച്ചിട്ടുണ്ടാവും. ഇവിടെ ബാൽ പെരയോറിനെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചതുപോലെ ഇതുവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവർക്ക് എന്താണ് ചെയ്തത്? ഈ പുരോഹിതന്മാർ ചെയ്തത് നിങ്ങൾ കണ്ടു. അവര് മനോഹരമായിട്ട് അതിന് കാഴ്ച കൊടുക്കുന്നു, കാഴ്ച അർപ്പിക്കുന്നു, അവരുടെ ദേവന്മാരെ കൈകൂപ്പി ആരാധിക്കുന്നു, അവരുടെ ദേവന്മാരെ അവർ സേവിക്കുകയും ദേവിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥമായി ഈ ജനം ആരെ നോക്കി മുമ്പോട്ട് പോകും? ഒന്ന് ചിന്തിച്ചു നോക്കി. മനുഷ്യനെ അത്യുന്നതനായ ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ട അതേ പുരോഹിതന്മാർ എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും എല്ലാ ദൈവങ്ങളുടെ ശക്തി ഒന്നാണ്, അതുകൊണ്ട് ഏത് ദൈവത്തെ ആരാധിച്ചാലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ എത്ര ബാലിശ്യമാണ്. ഞാനൊരിക്കൽ കർത്താവിന്റെ വേലയുമായി തമിഴ്നാട് പോകുമ്പോൾ ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. അപ്പോ അവര് CSI ചർച്ചയിൽ പോകുന്ന ആൾക്കാരാണ്. തമിഴ്നാട്ടിൽ CSI ചർച്ചയിൽ പോകുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. അവരുടെ 4 പേരുടെ, അതായത് 2 മക്കളെയും അപ്പന്റെ അമ്മയുടെയും കഴുത്തിൽ ഏലസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഇത്രയും വലിയ ഏലസൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ ഈ ചർച്ചിനകത്തേക്ക് പോയാൽ നിങ്ങൾ ആ പുരോഹിതന്മാരൊന്നും പറയത്തില്ല? ഇല്ല, അവരൊന്നും പറയത്തില്ല. അവർക്ക് കാണിക്ക കിട്ടിയാൽ മതി, അവരൊന്നും പറയത്തില്ല. ഇതിപ്പോ ഇത് തന്നെയല്ലേ കാരണം, ഇത് നമ്മൾ കണ്ടതല്ലേ. അപ്പോ എവിടെയും പൈസ കൊടുത്താൽ, എവിടെയും എന്ത് ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ഏത് ആത്മാക്കളും ഇന്ന് നശിക്കുന്നതിൽ പുരോഹിതന്മാർക്ക് യാതൊരു വിഷവുമില്ല. ആത്മാവ് നശിക്കുന്നല്ല. എന്നാൽ അന്ന് ഉൽപ്പത്തിയിൽ പറഞ്ഞതുപോലെ ഇന്ന് പാപം ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മരിച്ചുവെങ്കിൽ ഇന്നും മരണം സംഭവിക്കും. അവൻ അശുദ്ധനാണ്. അവൻ അന്യാരാധന നടത്തിയാൽ അവൻ പാളയത്തിന് പുറത്താണ്, അവൻ അശുദ്ധനാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അവിടെ എങ്ങനെ നോക്കാം? എന്താണ്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ ആ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കില്ല, ദൈവക്രോധം അവന്റെ മേലുണ്ട്. ഇതാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ അത്യുന്നതനായ ദൈവം പറയുന്നത്. എന്താണ്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. അന്യാരാധന ഇല്ലാത്തവന്, അന്യദേവനെ നമസ്കരിക്കാത്തവന്, അന്യ ഉത്സവം ഘോഷിക്കാത്തവന്, അന്യന്റെ മുമ്പിൽ മുഴങ്കാലം അടക്കാത്തവന്, അന്യദേവന്റെ മുമ്പിൽ കൈകൂപ്പാത്തവന്, ഏക ദൈവമായ അത്യുന്നതനായ യഹോശുവയെ ആരാധിക്കുന്ന ജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്യുന്നതാണ് നിത്യജീവൻ, എറ്റേണൽ ലൈഫ്. രണ്ടാമത് പറയുന്നത് എന്താണ്? നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവക്രോധം അവന്റെ മുമ്പിലുണ്ട്. കോപിക്കത്തില്ല, ദൈവം സ്നേഹവാനാണ്. എന്ത് പാപം വേണേലും നീ ചെയ്തോ എന്ന് പഠിപ്പിക്കുന്നവരുടെ മുമ്പിൽ അത്യുന്നതനായ ദൈവം പറയാണ്, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ അവന് നിത്യജീവനില്ല. അവൻ പണ്ടേ മരിച്ചവനാ, അവൻ പാളയത്തിന് പുറത്താ, അവൻ അശുദ്ധനാണ്, അവൻ മരിച്ചവനാണ്. ഇവിടെ ദൈവക്രോധം അവന്റെ കുടുംബത്തിന്റെ മേലും അവന്റെ സന്തതികളുടെ മേലും ഈ ദൈവീക ക്രോധം പിന്തുടരുമെന്നുള്ളതാണ്. അന്യാരാധനമായി ഇന്ന് ഓണക്കുർബാന, വിഷുക്കുർബാന, ഓണ വസ്ത്രമിട്ടു കുർബാന, ചന്ദനം കുറിയിട്ടു കുർബാന സ്വീകരണം. ശ്രദ്ധിക്കണം, ഇവിടെ വചനപ്രകാരം
വിശുദ്ധ ബൈബിളിൽ കൊടുക്കുന്ന ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചെയ്യുന്നവരുടെ കാര്യം, അവർ പാളയത്തിന് പുറത്താണ്. അവർ അന്യദേവനെ ആരാധിക്കുന്ന അതേ മാതൃക ചർച്ചിന്റെ അകത്ത് കയറ്റി വെച്ച് ദൈവജനത്തെ പഠിപ്പിക്കേണ്ടതിന്, അത്യുന്നതനായ ദൈവത്തെ കാട്ടിക്കൊടുക്കേണ്ടതിന് പകരം അന്യദൈവങ്ങളെ ആരാധിക്കാൻ പഠിപ്പിക്കുകയും അത് ചെയ്യുകയും ചെയ്യുമ്പോൾ കീഴെ നിൽക്കുന്ന ജനങ്ങളുടെ അവസ്ഥ എത്രയോ ബലഹീനമാണ്. യോശുവയുടെ തിരുവചനം അതിന്റെ 23-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെ കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിന് വേണ്ടിയാണ്. എന്ന് വച്ചാൽ ഒരു അന്യദൈവവുമായി നിങ്ങൾ സേവിക്കരുത്, അന്യദൈവവുമായി നിങ്ങൾ കൂടിക്കലരരുത്, നിങ്ങൾ അവരുമായി ഒരു ശരീരമാകരുത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഭാര്യയുമായി കൂടിച്ചേർന്നവൻ ഏക ശരീരവും അല്ലെങ്കിൽ വേശ്യയുമായി കൂടിച്ചേർന്നവൻ വേശ്യയുടെ ശരീരവുമാകും. അന്യദൈവങ്ങളെ ആരാധിക്കുന്നവൻ ആത്മീയ വ്യഭിചാരം ചെയ്യുമ്പോൾ ഇവിടെ യോശുവയുടെ തിരുവചനത്തിൽ പറയുക, ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം നിന്റെ വായിൽ ഉച്ചരിക്കുകയോ അവരെ കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കേണ്ടത് നിങ്ങൾ ഇന്ന് വരെ ചെയ്തുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കണം, അവരുമായി കൂടിക്കലരരുത്. നിന്റെ വായിൽ തന്നിരിക്കുന്ന അത്യുന്നതനായ ദൈവമായിട്ട് നിനക്ക് ബന്ധമുണ്ടാകാൻ പാടുള്ളൂ എന്ന് ദൈവം പറയുന്നു. ഇല്ല, ഈ ദൈവിക കൽപ്പനകളും ദൈവിക പ്രമാണങ്ങളും വിട്ട് നീ പുറത്തു പോകുമ്പോൾ ഇസ്രായേലിൽ നിനക്ക് തന്ന എല്ലാ ബാധയും നിന്റെ കുടുംബത്തിന്റെ അകത്ത് വരുമെന്ന് അത്യുന്നതനായ ദൈവം വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കി, ഇന്നും ഓരോ കുടുംബത്തില് മാറാത്ത രോഗം, ഡോക്ടർ നോക്കുമ്പോൾ സ്കാൻ ചെയ്തു, ടെസ്റ്റ് എടുത്തു, MRI ചെയ്തു, എല്ലാം ചെയ്തിട്ടും രോഗമില്ല. വീട്ടിൽ വരുമ്പോൾ രോഗം ആരംഭിക്കും, ഹോസ്പിറ്റലിൽ പോയ രോഗമില്ല. എത്രയോ വ്യക്തികൾ ഇന്ന് അങ്ങനെയുണ്ട്. വിശുദ്ധ നിയമാവർത്തനം 28-17 തൊട്ട് നിന്റെ അപ്പക്കുട്ടയെ മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും, എന്നും ദാരിദ്ര്യമായിരിക്കും. നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും. സകല പ്രവർത്തികളിന്മേൽ നീ ശാപമായിരിക്കും. എപ്പോഴാണ് വന്നത്? ഈ ദൈവത്തെ വിട്ട്, നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ വിട്ട്, അത്യുന്നതനായ നിന്റെ പാപത്തിന് വേണ്ടി പാപപരിഹാരി അർപ്പിക്കപ്പെട്ട എന്നേക്കുമായി നിത്യജീവൻ തന്ന ഈ ദൈവത്തെ വിട്ട് അന്യദൈവത്തെ മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ ആരാധിക്കാൻ പഠിപ്പിച്ചു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. പക്ഷെ അതിനു പകരം അവന്റെ ദൈവത്തെ കോപ്പിയടിക്കാനും അവന്റെ ദൈവത്തെ ആരാധിക്കാനും അത്യുന്നതനായ ദൈവം പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ, അന്യദൈവമായി ആരാധിച്ച് നീ ആത്മീയ വ്യഭിചാരം ചെയ്യുമ്പോൾ ഇവിടെ പറയുവാണ്, നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ നീ നശിക്കുന്നത് വരെ നിന്റെ എല്ലാ പ്രയത്നങ്ങളിന്മേൽ അവിടുന്ന് ശാപവും ക്ലേശവും ശകാരവും അയക്കും. നീ ക്ഷണത്തിൽ നിശേഷം നാശിച്ചു പോകും. എത്രയോ കുടുംബങ്ങൾ ഈ അന്യാരാധന ചെയ്ത് നാശത്തിന്റെ വക്കിലേക്ക് പോയിരിക്കുന്നു. രോഗം വന്ന് മുഴുവനും നഷ്ടപ്പെട്ടു, കടഭാരം വന്ന് മുഴുവനും നഷ്ടപ്പെട്ടു, പണത വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, വിറ്റു വാടക വീട്ടിലേക്ക് പോയ എത്രയോ പേർ. എന്താണ് കാരണം? അന്യാരാധനയുമായി ബന്ധപ്പെട്ട് പോയി. ഇപ്പോൾ സ്വസ്ഥതയില്ലാത്ത എത്രയോ കുടുംബങ്ങൾ. അതിന്റെ 21-ാമത്തെ വാക്യം, നീ കൈവശപ്പെടുത്താൻ പോകുന്ന ദേശത്ത് നിന്നെ സംഹരിക്കുന്നത് വരെ കർത്താവ് നിന്റെ മേൽ തീരാവ്യാധികളയക്കും. ഒന്ന് മാറി രോഗങ്ങൾ, ഒരു രോഗം മാറി അടുത്ത രോഗം, എത്ര പ്രയർ ചെയ്താലും വിടുതലില്ലാത്ത രോഗം, ക്ഷയം, പനി, വീക്കം, അത്യുഷണം, വരൾച്ച, വിഷക്കാറ്റ്, പൂപ്പൽ, ഇവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും. നിശേഷം നശിക്കുന്നത് വരെ ഇവ നിന്നെ വേട്ടയാടും. നിനക്ക് മുകളിലുള്ള ആകാശം പിത്തളയും കീഴുള്ള ഭൂമി ഇരുമ്പുമായി മാറും. എന്ന് വെച്ചാൽ എത്ര അധ്വാനിച്ചാലും ഫലം തരാത്ത ഭൂമി, ശപിക്കപ്പെട്ട ഭൂമി, ഇരുമ്പ് പോലുള്ള ഭൂമി. എത്ര കൃഷിയെടുത്താലും ആദായം ഉണ്ടാകത്തില്ല, എത്ര അധ്വാനിച്ചാലും ആദായം ഉണ്ടാകത്തില്ല. കർത്താവ് നിന്റെ ദേശത്ത് മഴയ്ക്ക് പകരം പൊടിയും പൂഴിയും വർഷിക്കും.
നീ നശിക്കും വരെ ആകാശത്ത് നിന്നവർ അവ നിന്റെ മേൽ പ്രകരിക്കുമെന്നാ പറയുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, ഞാനല്ലാതെ നിനക്ക് വേറൊരു ദൈവം ഉണ്ടാകരുത്, ഞാൻ മാത്രമാണ് നിന്റെ അത്യുന്നതനായ ദൈവം. അപ്പൊ മറ്റുള്ള ദൈവത്തിന്റെ മുമ്പിൽ അന്യാരാധനയുമായി മുഴങ്കാലി മടക്കുമ്പോൾ, അന്യാരാധനയുമായി കൈകൂപ്പി നിൽക്കുമ്പോൾ, അന്യാരാധനയുമായി ദേവനുമായി ഒട്ടി ഒരു ശരീരമാകുമ്പോ ഈ ദൈവം നിന്നെ സ്നാനം എടുത്ത ദൈവം നിന്നെ വെറുതെ വിടും? ഒന്ന് ചിന്തിച്ചു നോക്കി. അതിന്റെ 45-ാമത്തെ വാക്യം, നീ നശിക്കുന്നത് വരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ പതിക്കും, ഇവ നിന്നെ വേട്ടയാടി പിടിക്കും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കു നീ കേട്ടില്ല, അവിടുന്ന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും നീ പാലിച്ചില്ല. ഇവയെല്ലാം നിനക്ക് നിന്റെ സന്തതികൾക്കും എന്നേക്കും അടയാളവും അത്ഭുതവും. ഇതാണ് കർത്താവ് പറയുന്നത്. എന്തുകൊണ്ടാണ് വന്നത്? അവന്റെ കൽപ്പനകൾ അനുസരിച്ചില്ല, അവന്റെ ചട്ടങ്ങൾ അനുസരിച്ചില്ല. ഞാൻ മാത്രമാണ് നിന്റെ ദൈവമായ യഹോവ, എന്നെ ആരാധിക്കണം, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഇപ്പൊ ആ പുരോഹിതന്മാർ ചെയ്ത് കണ്ടല്ലോ, വേറെ ദൈവന് മുമ്പാകെ പോയി ആരാധന കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ അത്യുന്നതനായ ദൈവം നിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായതാണ്. സകല പാപങ്ങൾക്കും വേണ്ടി വിടുതൽ തരാൻ മതിയായവനാണ്. സകല അനുഗ്രഹങ്ങളും തരാൻ അത്യുന്നതനായ ദൈവം മതിയായവനാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായി ക്ലാസ് കേട്ടവരെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഏക ദൈവ അത്യുന്നതനായ യേശുക്രിസ്തു അല്ലാതെ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമുള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. ഈ നാമത്താലല്ലാതെ ഒരുവനും വിടുതലില്ല. ഈ നാമത്താലിന്റെ ശക്തിയാലല്ലാതെ ഒരു കുടുംബത്തെയും ഉന്നതിയിൽ പ്രാപിക്കാനും നിത്യജീവൻ ലഭിക്കുകയും ചെയ്ത് ഈ നാമത്തിൽ മാത്രമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.